മകരവിളക്കിന് ഒരുങ്ങി ശബരിമല സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. അനേക കണക്കിന് ആൾക്കാരാണ് ഈ മകരവിളക്കിനായി ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രതിനിധികൾ, നമ്മുടെ ടെക്നിക്കലും ക്യാമറയും അടക്കമുള്ള എല്ലാ സംഘങ്ങളും അവിടെ സർവ്വസജ്ജമായി ഉണ്ട് എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ. നമ്മുടെ പ്രതിനിധികൾ അവിടെയുള്ളത് ആർ അനന്തകൃഷ്ണനും കണ്ണൻ നായരും അശ്വജിത് സിയുമാണ്. അനന്തനിലേക്ക് നമുക്ക് ആദ്യം പോവാം. ഒരുമിച്ച് തന്നെ ഉണ്ട് എല്ലാവരും. അനന്തൻ, ഗുഡ് മോർണിംഗ്. ശബരിമല വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ പ്രേക്ഷകരൊക്കെ കാത്തു നിൽക്കുന്നു. ഈ മൂന്ന് പേരും ഇനി നാളെ മകരവിളക്ക് ജ്വലിക്കുന്ന സമയം വരെയുള്ള എല്ലാ വിവരങ്ങളും വള്ളി പുള്ളി വിടാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വാക്കും കൊടുത്തിട്ടുണ്ട്. സ്വാമി ശരണം. ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നാളെയാണ് മകരവിളക്ക് മഹോത്സവം. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ഭക്തലക്ഷങ്ങളാണ് ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഈ 2 ദിവസത്തെ ഇന്നും നാളെയുമുള്ള മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ഇവിടെ എത്താൻ കഴിയാത്ത അനേകം ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്, ഭക്തരുണ്ട്. അവരിലേക്കൊക്കെ ഓരോ ചടങ്ങിന്റെയും വിശദാംശങ്ങളും ഈ ശബരിമലയുടെ വിശേഷങ്ങളും ഒക്കെ അറിയിക്കാൻ മാതൃഭൂമി ന്യൂസ് സംഘവും തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ സന്നിധാനത്ത് എനിക്കൊപ്പം കണ്ണൻ സ്വാമിയുണ്ട്, അശ്വജിത് സ്വാമിയുണ്ട്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ തന്നെയായിരുന്നു ശബരിമല സന്നിധാനത്ത് നിന്ന് മകരവിളക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത്തവണയും അതുപോലെ മനോഹരമായി ശബരിമല സന്നിധാനത്തെ മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ തെളിയുന്നത് വരെയുള്ള ദീപാരാധന ചടങ്ങൊക്കെയുള്ള ആ ഓരോ ചടങ്ങും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇന്നിപ്പോൾ മകരവിളക്കിന്റെ തലേ ദിവസമാണ്. ഇന്നിപ്പോൾ സന്നിധാനത്ത് എന്തൊക്കെയാണ് ചടങ്ങുകൾ കനസ്വാമി? ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ബിംബശുദ്ധിക്രിയയാണ്. ഇന്നലെ പ്രാസാദ ശുദ്ധിക്രിയ, അതായത് ക്ഷേത്രത്തിന്റെ പുറത്തുള്ള ക്ഷേത്രത്തിന് പുറവും അതുപോലെ തന്നെ ഉപദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ശുദ്ധിക്രിയ നടത്തുന്ന ചടങ്ങാണ്. അത് ഇന്നലെ കഴിഞ്ഞു. ഇന്ന് ബിംബശുദ്ധിക്രിയ 9:00 അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. കളഭാഭിഷേകം 12:00 നടക്കും. ആ സമയത്ത് ബിംബശുദ്ധിക്രിയ പൂർത്തിയാകും. മറ്റ് ചടങ്ങുകളൊന്നും തന്നെ ഇന്നില്ല. ഇന്ന് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ നെയ്ത്തങ്ങിക്കകത്തുള്ള ആ മുദ്ര അയ്യപ്പന് മുന്നിലേക്ക് എത്തിക്കും. ഇതുപയോഗിച്ചാണ് നാളെ മകരസംക്രമ പൂജ സമയത്ത് നെയ്യഭിഷേകം നടത്തുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇന്നുള്ളത്. പക്ഷേ ഇവിടെ എല്ലാം സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണ മന്ത്രങ്ങൾ മാത്രമാണ്. ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അയ്യപ്പൻ മാത്രമാണ്, അയ്യപ്പനും ഭക്തനും ഒന്നാമത് ഈ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പുഷ്പാലങ്കാരം ഇല്ലെങ്കിൽ പോലും ബാക്കിയുള്ള കുരുത്തോല കൊണ്ടുള്ള അലങ്കാരങ്ങളെല്ലാം തന്നെ ക്രമീകരിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഭക്തിയിൽ ആറാടുകയാണ് സന്നിധാനം. കണ്ണൻസ്വാമി ഇന്നലെ സന്നിധാനത്ത് എത്തിയല്ലോ, ഭഗവാനെ തൊഴുതോ? തീർച്ചയായിട്ടും തൊഴുതു. പുഷ്പാഭിഷേകമായിരുന്നു. ആ സമയത്ത് നിന്ന് അവിടെ നിന്ന് നമ്മൾ ഏറ്റവും പുറയിൽ മാറി, ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഏറ്റവും പുറയിൽ മാറി നിന്ന് അയ്യപ്പനെ കണ്ടു. അതങ്ങനെ ഒരു വിനായകം പോലെ കാണുന്നതാണ് ഒരു സന്തോഷം. നമ്മള് 2 ആഴ്ച മുമ്പാകും വ്രതമെടുത്ത് കെട്ടും കെട്ടി സ്വാമിയെ കണ്ട് തൊഴുത് പോയത്. അതിനുശേഷം വീണ്ടും മകരവിളക്കിന് നമ്മൾ വീണ്ടും ഈ സന്നിധാനത്തേക്ക് എത്തുകയാണ്. ഏതായാലും ഈ ഒരുപാട് കഴിഞ്ഞ വർഷത്തൊക്കെ പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് കൂടുതലായിട്ടും എത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ആന്ധ്ര, കർണാടക അല്ലേ? പൊങ്കലൊക്കെ ആയതുകൊണ്ട് തമിഴ് ഭക്തന്മാർ കുറച്ച് കുറയും തോന്നുന്നു. തീർച്ചയായിട്ടും. കാര്യം 14-ാം തീയതിയാണ് അവിടെ മകര പൊങ്കൽ നടക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് തമിഴ്നാട്ടിലും. പ്രത്യേകിച്ച് ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ ഭക്തന്മാർ വരുന്നത്. പക്ഷേ തമിഴ്നാട്ടുകാർ വരുന്നില്ല എന്നല്ല, ഇനി എന്ത് പൊങ്കലായാലും അവർ മകരവിളക്ക് കാണണം, അവരെ മകരവിളക്ക് ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരെത്തും. അതാണ് അയ്യപ്പനുള്ള ഭക്തി എന്ന് പറയുന്ന കാര്യം. അശ്വത് സ്വാമി ദിവസങ്ങളായിട്ട് ശബരിമല സന്നിധാനത്ത് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സന്നിധാനത്തെ അനുഭവങ്ങൾ? സന്നിധാനത്ത് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ തവണത്തേയും സമാനമായിട്ട് ഒരാഴ്ചയായി ഞാൻ സന്നിധാനത്തെ കൊണ്ട് മകരവിളക്ക് ദിവസത്തോട് അടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വാക്കുകളിൽ നമുക്ക് വിവരിക്കാൻ പറ്റില്ല. അത് പ്രത്യേകമായി കണ്ണൻ സ്വാമി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു പ്രത്യേക ഊർജ്ജമാണ്. നമ്മൾ ഈ മകരവിളക്കിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ സന്നിധാനത്ത് നിൽക്കുമ്പോൾ അത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ഭക്തലക്ഷങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തുന്നു. അവരെല്ലാം നാമജപങ്ങളും ശരണം വിളിയുമൊക്കെയായി ഇങ്ങനെ. നാമജപം ശരണം വിളിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടെ എല്ലാ വർഷവും സന്നിധാനത്ത് പാണ്ഡിത്താവളത്തിൽ അയ്യപ്പന്മാര് പർണശാല കെട്ടി ശരണം വിളിച്ച് കഴിയുന്നുണ്ട്. നമ്മൾ ഇന്നലെ അവിടെ പോയി ആ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. ഇന്നലെ എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അശ്വജിത് സ്വാമി അവിടെ കയറിയായിരുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞൊരു 3-4 ദിവസമായി പാണ്ഡിത്താവളത്തൊരു വൈകുന്നേരങ്ങളായാൽ അത് ഭജനയും ശരണം വിളിയും കേൾക്കാനായി അവിടെ പോയി നിൽക്കുമായിരുന്നു. പർണശാലകളിൽ പോയി ഇരിക്കുമായിരുന്നു.
വല്ലാത്തൊരു അനുഭവമാണ്. ഇന്നലെ നമ്മൾ 3 പേരും കൂടെ കണ്ണൻ സ്വാമി അവിടെ നമ്മൾ കയറിയപ്പം ഭജനയിലങ്ങ് മുഴുകി പോയില്ലേ? തീർച്ചയായിട്ടും. കാര്യം കൊച്ചു മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കന്യാകുമാരൊക്കെ വന്നിട്ട് അവര് പ്രത്യേക നാമം ചൊല്ലിയാണ്. 1-ാം തിരുപ്പടിയിൽ തുടങ്ങുന്ന ആ നാമം ചൊല്ലി കഴിയുമ്പോഴത്തേക്ക് പണ്ട് കാലത്ത് നടന്ന് 18-ാം പടി ചവിട്ടി വന്ന സമയത്തുണ്ടാകുന്ന ഒരു അനുഭവമാണ്. അന്നത്തെ നമ്മുടെ ഒരു ഓർമ്മയാണ് മനസ്സിലേക്ക്. അനുഭവം കണ്ണൻ സ്വാമിക്കും അശ്വതി സ്വാമിക്കും എനിക്കും പോരല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പാണ്ഡിത്താവളം മുഴുവൻ സഞ്ചരിച്ചു. അവിടുത്തെ അയ്യപ്പ ഭക്തരുടെ ആ ഭക്തിപരമായ അവരുടെ ചടങ്ങുകൾ, അവരുടെ ഭജനകളൊക്കെ കണ്ടു.